ലോഗോസ് ബൈബിൾ ക്വിസ് 2025ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 15, 16, 17 അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 14-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് സാംസന്റെ ഭാര്യയെ സ്വാധീനിച്ച് കടംകഥയുടെ ഉത്തരം കണ്ടെത്തിയ ഫിലിസ്ത്യർക്ക് സാംസൺ സമ്മാനങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നതും അതിൽ കോപിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതുമാണ്. 15-ാം അധ്യായത്തിൽ സാംസൺ ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഭാര്യാപിതാവ് സാംസന്റെ ഭാര്യയെ അവൻ്റെ തോഴന് വിവാഹം ചെയ്തു കൊടുത്തു എന്നറിയുന്നു. ഇതിൽ കോപിച്ച് സാംസൺ 300 കൂർനരികളെ പിടിച്ച് ഈ 2 വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. അങ്ങനെ വയലിൽ നിന്ന് വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും എല്ലാം കത്തിച്ചാമ്പലായി. അതിനുശേഷം സാംസൺ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യർ ചെന്ന് ലേഹി പട്ടണം ആക്രമിക്കുന്നതും യൂദായിലെ ആളുകൾ സാംസണെ ഏത്താം പാറക്കെട്ടിൽ നിന്ന് പിടിച്ചു കെട്ടി ഫിലിസ്ത്യരെ ഏൽപ്പിക്കുന്നതുമാണ്. എന്നാൽ സാംസൺ ലേഹിയിലെത്തിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വരികയും കെട്ടിയിരുന്ന കയർ ചണനൂൽ പോലെ കരിഞ്ഞു വീഴുകയും ചെയ്തു. വീണ്ടും സ്വതന്ത്രനായ സാംസൺ ഒരു ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഫിലിസ്ത്യരെ നേരിടുന്നതും അതിനുശേഷം ആ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് റാമാത്ത് ലേഹി എന്ന് പേര് വരുന്നതും ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്ത് തളർന്ന സാംസണ് ദാഹമുണ്ടായപ്പോൾ കർത്താവ് ലേഹിയിൽ പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് അവന് വേണ്ടി ജലം പുറപ്പെടുവിക്കുന്നതും ആ സ്ഥലത്തിന് എൻഹക്കോർ എന്ന് പേര് ലഭിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ബൈബിൾ പല ആവർത്തി വായിച്ചതിന് ശേഷം ചോദ്യോത്തരങ്ങളുടെ ഈ വീഡിയോ കേൾക്കുക. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 20 വാക്യങ്ങൾ. 15-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്ത്? ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് എന്നാണ് 15-1 പറയുന്നത്? കുറേ നാൾ കഴിഞ്ഞ്. ഏത് കാലത്താണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. ഭാര്യയെ സന്ദർശിക്കാൻ എന്തുമായിട്ടാണ് സാംസൺ ചെന്നത്? ഒരാട്ടിൻകുട്ടിയുമായി. 15-1 സാംസൺ പറയുന്നത് എന്ത്? ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ സാംസണെ അനുവദിക്കാതിരുന്നത് ആര്? പിതാവ്. സാംസന്റെ ഭാര്യയുടെ പിതാവ് അവളെ അവൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ കാരണം എന്ത്? സാംസൺ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച്. ആരെ സ്വീകരിച്ചാലും എന്നാണ് ഭാര്യാപിതാവ് സാംസണോട് പറയുന്നത്? അവളുടെ ഇളയ സഹോദരിയെ. എന്തുകൊണ്ട് അവളുടെ ഇളയ സഹോദരിയെ സ്വീകരിച്ചാലും എന്നാണ് സാംസന്റെ ഭാര്യാപിതാവ് പറയുന്നത്? അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരി ആയതുകൊണ്ട്. 15-3 സാംസന്റെ മറുപടി എന്ത്? ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല. 15-4 സാംസൺ ചെയ്യുന്നത് എന്ത്? സാംസൺ പോയി 300 കൂർനരികളെ പിടിച്ചു, കുറേ പന്തങ്ങളും ഉണ്ടാക്കി, ഈ 2 വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ചു കെട്ടി. 15-5 സാംസൺ ചെയ്യുന്നത് എന്ത്? പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. 15-5 കത്തിച്ചാമ്പലായത് എന്ത്? വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും. 15-6 ഫിലിസ്ത്യരുടെ ചോദ്യം എന്ത്? ആരാണിത് ചെയ്തത്? 15-7 സാംസണെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ആ തിമ്നാക്കാരൻ്റെ മരുമകൻ. എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്? അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട്. സാംസന്റെ ഭാര്യയെയും പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര്? ഫിലിസ്ത്യർ. ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ താൻ എന്ത് ശപഥം ചെയ്യുന്നു എന്നാണ് സാംസൺ പറയുന്നത്?
ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. സാംസൺ ഫിലിസ്ത്യരെ എങ്ങനെ കൊന്നുകളഞ്ഞു എന്നാണ് 15:8 പറയുന്നത്. ക്രൂരമായി പ്രഹരിച്ച്. ഫിലിസ്ത്യരെ കൊന്നതിന് ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെ? ഏത്താം പാറക്കെട്ടിൽ. സാംസൺ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചപ്പോൾ ഫിലിസ്ത്യർ ചെയ്തത് എന്ത്? യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നതെന്തുകൊണ്ട്? ആരുടേതാണ് ഈ ചോദ്യം? യൂദായിലെ ജനങ്ങളുടേത്. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്ത്യർ പറയുന്നത്. സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടി. യൂദായിലെ എത്ര പേരാണ് ഏത്താം പാറയിടുക്കിൽ പോയി സാംസണോട് സംസാരിച്ചത്? 3000 പേർ. എന്ത് നിനക്കറിഞ്ഞുകൂടെ എന്നാണ് യൂദായിലെ ജനം 15:11 സാംസണോട് ചോദിക്കുന്നത്. ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന്. പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്ന ചോദ്യത്തിന് സാംസന്റെ ഉത്തരം എന്തായിരുന്നു? അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. ഞങ്ങൾ എന്തിനു വന്നിരിക്കുകയാണ് എന്നാണ് യൂദായിലെ ജനങ്ങൾ സാംസണോട് പറയുന്നത്. നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ. എന്ത് സത്യം ചെയ്യുക എന്നാണ് യൂദായിലെ ജനത്തോട് സാംസൺ പറയുന്നത്. നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ല എന്ന്. 15:13 യൂദാ ജനം സാംസണോട് പറയുന്നത് എന്ത്? ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ, കൊല്ലുകയില്ല. അവർ സാംസണെ പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് എങ്ങനെ? പുതിയ 2 കയർ കൊണ്ട് ബന്ധിച്ച്. ഫിലിസ്ത്യർ ആർപ്പുവിളിയോടെ സാംസണെ കാണാൻ എത്തിയത് എവിടെ? ലേഹിയിൽ. ലേഹിയിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ വന്നപ്പോൾ സംഭവിച്ചത് എന്ത്? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റുവീണു. 15:15 സാംസൺ 1000 പേരെ കൊന്നത് എങ്ങനെ? ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ കൊന്ന സാംസൺ ഘോഷിച്ചത് എന്ത്? കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. 15:17 സാംസൺ എറിഞ്ഞു കളഞ്ഞത് എന്ത്? എല്ല്. സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് എന്ത്? റാമാത്ത് ലേഹി. റാമാത്ത് ലേഹി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? താടിയെല്ലിൻ്റെ മല. 15:18 വലിയ ദാഹമുണ്ടായപ്പോൾ സാംസൺ ചെയ്തത് എന്ത്? കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. സാംസൺ തൻ്റെ വിജയത്തെപ്പറ്റി 15:18 പറയുന്നത് എന്ത്? അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ ചോദിക്കുന്നത്. അപരിച്ഛേദിതരുടെ. സാംസന്റെ അപേക്ഷ കേട്ട ദൈവം ചെയ്തത് എന്ത്? ദൈവം ലേഹിയിൽ പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. എവിടെ നിന്ന്? ദൈവം ലേഹിയിൽ തുറന്ന പൊള്ളയായ സ്ഥലത്തു നിന്ന്. പൊള്ളയായ സ്ഥലത്തു നിന്ന് വെള്ളം പുറപ്പെട്ട സംഭവം നടന്ന സ്ഥലത്തിന് ലഭിച്ച പേര് എന്ത്? എൻ ഹക്കോർ. എൻ ഹക്കോർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. അത് ഇന്നും അവിടെയുണ്ട്. ഇവിടെ പരാമർശിക്കുന്ന സ്ഥലം ഏത്? എൻ ഹക്കോർ. സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് എത്ര വർഷം? 20 വർഷം. ആരുടെ കാലത്താണ് സാംസൺ 20 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? ഫിലിസ്ത്യരുടെ കാലത്ത്. അധ്യായം 16. 16-ാമത്തെ അധ്യായത്തിൽ സാംസനെയും ദലീലയെയുമാണ് നമ്മൾ കാണുന്നത്. ദലീല എന്ന സ്ത്രീയും ഒരു ഫിലിസ്ത്യ യുവതിയായിരുന്നു, സോറേക്ക് താഴ്വരയിലുള്ള. ദലീലയും സാംസണുമായിട്ട് സ്നേഹത്തിലാണ് എന്നറിഞ്ഞ ഫിലിസ്ത്യ നേതാക്കൾ ദലീലയോട് സാംസന്റെ ശക്തിയുടെ രഹസ്യം
അറിയണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നതും 3 തവണ സാംസൺ സത്യം പറയാതിരുന്ന് ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതും, എന്നാൽ ദലീലയുടെ അലട്ടൽ മരണത്തിന് തുല്യമായപ്പോൾ അവൻ ശക്തിയുടെ രഹസ്യം തുറന്നു പറയുന്നതും, ഫിലിസ്ത്യർ അവനെ പിടിച്ച് ബന്ധിച്ച് കണ്ണ് ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയിട്ട് ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇടുന്നതും മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തുന്നതും, പിന്നീടൊരിക്കൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവരുടെ ദേവന് ഒരു ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയ അവസരത്തിൽ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സാംസന്റെ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാൻ വേണ്ടി സാംസണെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരുന്നതും, അവർ സമ്മേളിച്ചിരുന്ന ആ വലിയ കെട്ടിടത്തിൻ്റെ 2 തൂണുകളിൽ പിടിച്ച് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ സാംസൺ ആ കെട്ടിടം തകർക്കുന്നതും ഫിലിസ്ത്യരോടുകൂടി സാംസൺ മരിക്കുന്നതുമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ചോദ്യോത്തരങ്ങൾ നോക്കാം. എൻ ഹക്കോറിൽ നിന്ന് സാംസൺ പോയത് എവിടേക്ക്? ഗാസായിലേക്ക്. സാംസൺ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഗാസായിൽ വെച്ച്. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവിടം വളഞ്ഞത് ആര്? ഗാസ നിവാസികൾ. അവർ രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ? പട്ടണ വാതിൽക്കൽ. എപ്പോൾ വരെ കാത്തിരിക്കാം എന്നാണ് അവർ പറഞ്ഞത്? പ്രഭാതം വരെ. എപ്പോൾ അവനെ നമുക്ക് കൊല്ലാം എന്നാണ് പറഞ്ഞത്? രാവിലെ. രാത്രി മുഴുവൻ അവർ എങ്ങനെ ഇരുന്നു? നിശ്ചലരായി ഇരുന്നു. പാതിരായ്ക്ക് സാംസൺ എഴുന്നേറ്റ് ചെയ്തത് എന്ത്? പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോട് കൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. സാംസൺ എന്ത് പറിച്ചെടുത്തതായാണ് 16:3 കാണുന്നത്? പട്ടണ പടിപ്പുരയുടെ വാതിൽ. പട്ടണ പടിപ്പുരയുടെ വാതിൽ എങ്ങനെയാണ് പറിച്ചെടുത്തത്? കട്ടിളക്കാലോട് കൂടെ. ഏത് സ്ഥലത്തിന് മുൻപിലുള്ള മലമുകളിലേക്കാണ് സാംസൺ പോയത്? ഹെബ്രോൻ്റെ മുൻപിലുള്ള. 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഹെഡിങ് എന്ത്? സാംസണും ദലീലയും. സാംസണും ദലീലയും എന്ന ഹെഡിങ്ങിന് കീഴിൽ എത്ര വാക്യങ്ങളുണ്ട്? 4 മുതൽ 22 വരെയുള്ള 19 വാക്യങ്ങൾ. സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേര് എന്ത്? ദലീല. ദലീല എവിടെയുള്ള സ്ത്രീയാണ്? സോറേക്ക് താഴ്വരയിൽ. സാംസനെ നീ വശീകരിക്കണം. ആര് ആരോട് പറഞ്ഞു? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയോട് പറഞ്ഞു. എന്ത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് അറിയണം എന്നാണ് ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയോട് പറയുന്നത്? സാംസന്റെ ശക്തി. ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയോട് പറഞ്ഞത്? 1. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു? 2. അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാം? പ്രതിഫലമായി എന്തു നൽകാം എന്നാണ് ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയോട് പറയുന്നത്? 1100 വെള്ളി നാണയം. 16:6 സാംസണോട് ദലീല പറഞ്ഞത് എന്തെല്ലാം? 1. നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2. നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാം? എന്തു ചെയ്താൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെപ്പോലെയാകും എന്നാണ് 16:7 സാംസൺ പറഞ്ഞത്? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ. 16:8 ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത് ആര്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 16:8 ദലീല സാംസണെ ബന്ധിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട്. ദലീല ആളുകളെ പതിയിരുത്തിയത് എവിടെ? ഉൾമുറിയിൽ. 16:9 ദലീല സാംസണോട് പറയുന്നത് എന്താണ്? സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. 16:9 സാംസൺ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞത് എങ്ങനെ? അഗ്നി ചണനൂലിനെ എന്ന പോലെ. 16:9 പുറത്തായില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സാംസന്റെ ശക്തിയുടെ രഹസ്യം.
നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ദലീല. എന്ത് എന്നോട് പറയുക എന്നാണ് 16:10 ദലീല സാംസണോട് പറയുന്നത്. എങ്ങനെ നിന്നെ ബന്ധിക്കാം എന്ന്. എങ്ങനെയെങ്കിൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്നാണ് സാംസൺ പറയുന്നത്. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ. 16:12 ദലീല എന്ത് ഉപയോഗിച്ചാണ് സാംസണെ കെട്ടിയത്? പുതിയ കയറ്. 16:12 ദലീല സാംസണോട് പറഞ്ഞത് എന്ത്? സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ എവിടെ ആയിരുന്നു? അകത്തെ ഒരു മുറിയിൽ. 16:12 കെട്ടിയിരുന്ന കയർ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് എങ്ങനെ? നൂല് പോലെ. ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ദലീല സാംസണോട്. നീ എന്നോട് എന്തു പറഞ്ഞു എന്നാണ് ദലീല പറയുന്നത്? കളവ് പറഞ്ഞു. എന്ത് പറയുക എന്നാണ് 16:13 ദലീല പറയുന്നത്? നിന്നെ എങ്ങനെ ബന്ധിക്കാം എന്ന്. എന്തു ചെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകുമെന്നാണ് 16:13 സാംസൺ പറയുന്നത്? 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും. എന്തു ചെയ്താൽ? ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് ബന്ധിച്ചാൽ. ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. എന്തു ചെയ്താൽ? ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ. മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. എന്തു ചെയ്താൽ? 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. 16:14 സാംസൺ ഉറങ്ങുമ്പോൾ ദലീല ചെയ്തത് എന്ത്? അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്ത ശേഷം പറഞ്ഞത് എന്ത്? സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ സാംസൺ എന്തു ചെയ്തു? അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. 3-ാം പ്രാവശ്യവും സാംസൺ ദലീലയെ അവഹേളിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്ത്? നിന്റെ ഹൃദയം എന്നോടുകൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. ഏത് കാര്യത്തെക്കുറിച്ചാണ് ദലീല ഇങ്ങനെ പറയുന്നത്? നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നു എന്ന്. 16:16 ഏത് വാക്യത്തോടെ അവസാനിക്കുന്നു? അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. സാംസൺ തൻ്റെ ശക്തിയുടെ രഹസ്യം തുറന്നു പറയുന്ന വാക്യം ഏത്? 16:17 എൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ പറയുന്നത്? ക്ഷൗരക്കത്തി. ജനനം മുതൽ സാംസൺ ദൈവത്തിന് ആരാണ്? നാസിർ വ്രതക്കാരൻ. എന്തു ചെയ്താൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും എന്നാണ് സാംസൺ പറയുന്നത്? മുടി വെട്ടിയാൽ. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല വിളിച്ചത് ആരെയാണ്? ഫിലിസ്ത്യരുടെ നേതാക്കളെ. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ച് പറഞ്ഞത് എന്ത്? ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. സാംസൺ സകല രഹസ്യങ്ങളും ദലീലയോട് പറഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ചെയ്തത് എന്ത്? പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കിയ ശേഷം എന്തു ചെയ്തു? ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ച ശേഷം ദലീല ചെയ്തത് എന്ത്? അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി
എന്ന് കാണുന്നത് ഏത് വാക്യത്തിലാണ്? 16, 19. 16:20 ദലീല സാംസണോട് പറയുന്നത് എന്ത്? സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. 16:20 ഉറക്കമുണർന്ന സാംസൺ പറഞ്ഞത് എന്ത്? മറ്റവസരങ്ങളിലെ പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. 16:20 സാംസൺ അറിയാതിരുന്ന കാര്യം എന്ത്? കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം. 16:21 ഫിലിസ്ത്യർ സാംസണോട് ചെയ്ത എത്ര കാര്യങ്ങൾ പറയുന്നു ഏതെല്ലാം? 1. ഫിലിസ്ത്യർ അവനെ പിടിച്ചു. 2. കണ്ണു ചുഴന്നെടുത്തു. 3. ഗാസായിലേക്ക് കൊണ്ടുപോയി. 4. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ചു. 5. കാരാഗൃഹത്തിലാക്കി. 6. മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോയത്? ഗാസായിലേക്ക്. ഗാസായിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവർ അവനോട് ചെയ്തത് എന്ത്? കണ്ണ് ചുഴന്നെടുത്തു. എങ്ങനെയുള്ള ചങ്ങല കൊണ്ടാണ് ബന്ധിച്ചത്? ഓട്ടു ചങ്ങല കൊണ്ട്. കാരാഗൃഹത്തിലാക്കിയ സാംസണ് എന്ത് ജോലിയാണ് കൊടുത്തത്? മാവ് പൊടിക്കുന്ന ജോലി. 16:22 എഴുതുക. എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. 16-ാം അധ്യായത്തിലെ 2-ാം ഹെഡിങ് ഏത്? സാംസന്റെ മരണം. സാംസന്റെ മരണം എന്ന ഹെഡിങ്ങിന് കീഴിൽ എത്ര വാക്യങ്ങളുണ്ട്? 9 വാക്യങ്ങൾ, 23 മുതൽ 31 വരെ. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ ആര്? ദാഗോൻ. ദാഗോൻ ആരുടെ ദൈവമാണ്? ഫിലിസ്ത്യരുടെ. അവർ എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? സന്തോഷിക്കാൻ. ദാഗോൻ ചെയ്ത ഏത് കാര്യമാണ് 16:23 പറയുന്നത്? ഫിലിസ്ത്യരുടെ ശത്രുവായ സാംസണെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. സാംസനെ കണ്ടപ്പോൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചത് ആര്? ജനങ്ങൾ. നമ്മുടെ ദേവൻ ആരെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറഞ്ഞത്? ശത്രുവിനെ. അവൻ എന്തൊക്കെ ചെയ്തവനാണെന്നാണ് 16:24 ജനങ്ങൾ പറയുന്നത്? അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. 16:25 സന്തോഷിച്ച് മതിമറന്ന് ജനങ്ങൾ പറഞ്ഞത് എന്ത്? നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. അഭ്യാസം പ്രകടിപ്പിക്കുവാൻ വേണ്ടി സാംസനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കാരാഗൃഹത്തിൽ നിന്ന്. അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ച സാംസനെ അവർ നിർത്തിയത് എവിടെ? തൂണുകളുടെ ഇടയിൽ. 16:26 കൈക്കു പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞത് എന്ത്? ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. എങ്ങനെയാണ് കെട്ടിടം നിറഞ്ഞിരുന്നത്? പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട്. ആര് അവിടെ സന്നിഹിതരായിരുന്നു എന്നാണ് 16:27 പറയുന്നത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരല്ല. മേൽത്തട്ടിൽ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നവർ എന്തുമാത്രമായിരുന്നു? ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. അപ്പോൾ സാംസൺ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? കർത്താവിനെ. ആരോടാണ് എന്നെ ഓർക്കണമേ എന്ന് സാംസൺ പറയുന്നത്? ദൈവമായ കർത്താവിനോട്. ദൈവമായ കർത്താവിനോട് സാംസൺ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എന്നെ ശക്തനാക്കണമേ എന്ന്. ഏത് കാര്യത്തിനു വേണ്ടി ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു എന്നാണ് 16:28 സാംസൺ പറയുന്നത്? എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന്. 16:29 സാംസൺ എന്തിനെയാണ് പിടിക്കുന്നത്? കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ പിടിച്ച സാംസൺ എന്താണ് ചെയ്തത്? വലത് കൈ ഒന്നിലും ഇടത് കൈ മറ്റേതിലും വെച്ച് അവൻ തള്ളി. വലത് കൈ ഒന്നിലും ഇടത് കൈ മറ്റേതിലും വെച്ച് കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ പറഞ്ഞത് എന്ത്? ഫിലിസ്ത്യരോട് കൂടെ ഞാനും മരിക്കട്ടെ.
കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണത് എപ്പോൾ? സർവശക്തിയും ഉപയോഗിച്ച് സാംസൺ കുനിഞ്ഞപ്പോൾ. സർവശക്തിയും ഉപയോഗിച്ച് സാംസൺ കുനിഞ്ഞപ്പോൾ കെട്ടിടം വീണത് ആരുടെ മേലാണ്? അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ. സാംസൺ കൊന്നവരെക്കുറിച്ച് 16:30 ഒടുവിൽ പറയുന്നത് എന്താണ്? മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. 16:31 സാംസന്റെ ശരീരം കൊണ്ടുപോയത് ആരല്ല? സഹോദരന്മാരും കുടുംബക്കാരും. സാംസണെ സംസ്കരിച്ചത് എവിടെയാണ്? സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? 20 വർഷം. 15-ാം അധ്യായം 20-ാം വാക്യത്തിലും 16-ാം അധ്യായം 31-ാം വാക്യത്തിലും ഇത് പറയുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 31. 16-ാം അധ്യായത്തിൽ എത്ര ഹെഡിങ്ങുകളുണ്ട്? ഏതെല്ലാം? 2 ഹെഡിങ്ങുകളാണുള്ളത്. 1 സാംസണും ദലീലയും, 2 സാംസന്റെ മരണം. 16-ാം അധ്യായത്തിലെ ചോദ്യങ്ങൾ എത്ര? ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. 16-15 സാംസണോട് ദലീല ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ ഹൃദയം എന്നോടുകൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? സാംസണെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങൾ ഏതെല്ലാം? 13, 14, 15, 16. അധ്യായം 17. 17-ാം അധ്യായത്തിൽ സാംസന്റെ മരണത്തിന് ശേഷം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് എഫ്രായിം മലനാട്ടിലുണ്ടായിരുന്ന മിക്ക എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. മിക്കായ്ക്ക് ഒരു പൂജാഗ്രഹമുണ്ടായിരുന്നു. മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹങ്ങളും ഏഫോദും ഒക്കെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് മിക്കായുടെ ഒരു പുത്രനെ അവിടുത്തെ പുരോഹിതനായിട്ട് അവരോധിച്ച് കഴിയുന്ന കാലത്ത് യൂദായിലെ ബേത്ലഹേമിൽ നിന്ന് യൂദാ വംശജനായ ഒരു ലേവ്യൻ മിക്കായുടെ അടുത്ത് എത്തുന്നതും ആ ലേവ്യനെ മിക്ക തൻ്റെ പുരോഹിതനായിട്ട് നിയമിക്കുന്നതും ഒരു ലേവ്യനെ പുരോഹിതനായിട്ട് ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ചോദ്യോത്തരം നോക്കാം. 17-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്ത്? മിക്കായുടെ പൂജാഗ്രഹം. 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 13 വാക്യങ്ങൾ. മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. എവിടെ? എഫ്രായിം മലനാട്ടിൽ. മിക്കായുടെ അമ്മയുടെ എത്ര വെള്ളി നാണയങ്ങളെക്കുറിച്ചാണ് 17:2 പറയുന്നത്? 1100. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി മിക്കായുടെ അമ്മ എന്തെല്ലാം ചെയ്തതായാണ് 17:2 കാണുന്നത്? ശാപം ഉച്ചരിക്കുകയും മിക്കായോട് രഹസ്യമായി പറയുകയും ചെയ്തു. വെള്ളി നാണയങ്ങൾ എൻ്റെ കൈവശമുണ്ട്, ഞാനാണ് അതെടുത്തതെന്ന് മിക്ക പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞത് എന്ത്? എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. 17:3 മിക്ക എന്താണ് ചെയ്തത്? അവൻ ആ 1100 വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. ഈ വെള്ളി എന്തിനു മാറ്റിവെക്കുന്നു എന്നാണ് 17:3 മിക്കായുടെ അമ്മ പറയുന്നത്? എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ. ഈ വെള്ളി ആർക്ക് മാറ്റിവെക്കുന്നു എന്നാണ് 17:3 മിക്കായുടെ അമ്മ പറയുന്നത്? കർത്താവിന്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് എന്തു ചെയ്യുന്നു എന്നാണ് മിക്കായുടെ അമ്മ പറയുന്നത്? തിരിച്ചു തരുന്നു. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ ചെയ്തത് എന്ത്? അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. തട്ടാൻ അതുകൊണ്ട് എന്തെല്ലാം നിർമ്മിച്ചു? ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പു വിഗ്രഹവും. കൊത്തു വിഗ്രഹവും വാർപ്പു വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? മിക്കായുടെ ഭവനത്തിൽ. മിക്കായ്ക്ക് എന്ത് ഉണ്ടായിരുന്നു എന്നാണ് 17:5 പറയുന്നത്? ഒരു പൂജാഗ്രഹം.
17:5 മിക്ക ഉണ്ടാക്കിയത് എന്തെല്ലാം? ഒരു ഏഫോദും വിഗ്രഹങ്ങളും. മിക്ക തൻ്റെ പൂജാഗ്രഹത്തിൽ ആരെയാണ് പുരോഹിതനായി ആദ്യം അവരോധിച്ചത്? തൻ്റെ ഒരു പുത്രനെ. മിക്ക സ്വന്തമായി പൂജാഗ്രഹം ഉണ്ടാക്കുവാനും തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി നിയമിക്കുവാനും കാരണമായിട്ട് 17:6 പറയുന്നത് എന്താണ്? അന്ന് ഇസ്രയേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. യൂദായിലെ ബേത്ലഹേമിൽ ഉണ്ടായിരുന്ന ആരെക്കുറിച്ചാണ് 17:7 പറയുന്നത്? യൂദ വംശജനായ ഒരു യുവാവ്. യൂദ വംശജനായ ആ യുവാവ് ഏത് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു? ലേവി ഗോത്രം. യൂദായിലെ ബേത്ലഹേമിൽ വന്ന് പാർത്തിരുന്ന യൂദ വംശജനും ലേവ്യനുമായ യുവാവ് എന്തിനു വേണ്ടിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച്. യൂദായിലെ ബേത്ലഹേമിൽ നിന്ന് പുറപ്പെട്ട യുവാവ് എവിടെയാണ് യാത്ര ചെയ്ത് എത്തിയത്? എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ. നീ എവിടെ നിന്ന് വരുന്നു? ആര് ആരോട് ചോദിച്ചു? മിക്ക യൂദായിലെ ബേത്ലഹേമിൽ നിന്ന് വന്ന ലേവ്യനോട് ചോദിച്ചു. താൻ ആരാണെന്നാണ് 17:9 യുവാവ് മറുപടി പറയുന്നത്. ഞാൻ യൂദായിലെ ബേത്ലഹേംകാരനായ ഒരു ലേവ്യനാണ്. താൻ എന്ത് അന്വേഷിക്കുകയാണ് എന്നാണ് യുവാവ് പറയുന്നത്. താമസിക്കാൻ ഒരു സ്ഥലം. എവിടെ താമസിക്കുക എന്നാണ് യുവാവിനോട് മിക്ക പറഞ്ഞത്? എന്നോട് കൂടെ താമസിക്കുക. നീ എനിക്ക് ആരായിരിക്കുക എന്നാണ് മിക്ക പറയുന്നത്? പിതാവും പുരോഹിതനും. മിക്ക 17:10 വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം എന്താണ്? വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. ഏത് കാര്യത്തിൽ ലേവ്യന് സന്തോഷമായി എന്നാണ് 17:11 പറയുന്നത്? അവനോട് കൂടെ താമസിക്കാൻ. ആ യുവാവ് ലേവ്യന് ആരെപ്പോലെ ആയിരുന്നു? പുത്രനെ പോലെ. മിക്കായുടെ ഭവനത്തിൽ യുവാവ് താമസമാക്കിയപ്പോൾ മിക്ക എന്താണ് ചെയ്തത്? മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. യുവാവ് മിക്കായുടെ ഭവനത്തിൽ എങ്ങനെ താമസമാക്കി? പുരോഹിതനായി താമസമാക്കി. എന്തുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്നാണ് മിക്ക പറയുന്നത്? ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട്. 17-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യം എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? ആര് ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? മിക്ക ബേത്ലഹേംകാരനായ ലേവ്യനോട്. 17:6 അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു എന്ന് കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ ആശയം വീണ്ടും ആവർത്തിക്കുന്ന വാക്യം ഏത്? 21-ാം അധ്യായം 25-ാം വാക്യം. 15, 16, 17 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങൾ മുഴുവനും ഈ വീഡിയോയിലൂടെ കേട്ടു പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു.